നമ്മളെല്ലാവരും ഇവിടെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. എല്ലാവരും ചാരിതാർത്ഥ്യത്തോടു കൂടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചില വേദനകൾ, അത് ദുഃഖങ്ങളായി, നൊമ്പരങ്ങളായി, കഷ്ടപ്പാടുകളായി, ദുരിതങ്ങളായി, രോഗങ്ങളായി, മനുഷ്യനെ ഓരോരുത്തരെയും ഓരോ നിമിഷവും വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിധിയുടെ വലിയ വിളയാട്ടത്തിൽ മനുഷ്യൻ കടപുഴകി വീഴുവാൻ സാധ്യതയുള്ള എല്ലാ അവസരങ്ങളിലും ദൈവം നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പുനർജന്മമാണ്. നമ്മളൊക്കെ താഴ്ത്തപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന്, തകർന്നു പോകുന്ന ഇടങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, പൊറുതിമുട്ടുന്ന ഇടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളുടെ ഇടങ്ങളിൽ നിന്ന്, പരാജയങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് ഓരോ ദിവസവും നമ്മളിങ്ങനെ പുനരുജ്ജീവിക്കുകയാണ്. ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്കറിയില്ല പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേക്കുമെന്ന്. അപ്പം ദൈവത്തിൻ്റെ ശ്വാസത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന കരികിലകളായി നമ്മൾ ഓരോരുത്തരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുകയാണ്. ഓരോ പ്രഭാതങ്ങളും ഓരോ സന്ധ്യകളും നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. ദൈവം നമ്മളെ അവനോട് ചേർത്ത് നിർത്തുന്ന മഹാകാരുണ്യത്തിൻ്റെ ആ ഒരു നൈരന്തര്യമാണ്, ആ പങ്കുവെക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ജീവിത സബരിയ എന്ന് പറയുന്നത്. വിശക്കുന്ന വയറുമായി അയൽക്കാരനിരിക്കുന്ന സമയത്ത് താൻ വയറു നിറച്ചുണ്ട് ഉറങ്ങുന്നതിനെയല്ല, മറിച്ച് തൻ്റെ കരുതൽ അയൽക്കാരനും കൂടി എത്തിക്കുവാനും അവൻ്റെ കുടുംബത്തെ കൂടി ചേർത്ത് നിർത്തുവാനും ആ ഒരു സന്ദേശമാണ്, ആ ഒരു സ്നേഹമാണ് ഗുരു ക്രിസ്തുദേവൻ നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നത്. ലോകത്തിൽ ഇത്ര വലിയ ഒരു സഹവർത്തിത്വം മാനവരാശിക്ക് പ്രദാനം ചെയ്ത മറ്റൊരു മഹാനുഭാവനെ ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നൽകി എന്ന് പറഞ്ഞതിൽ പങ്കുവെക്കലിൻ്റെ ഒരു സന്ദേശമുണ്ട്. നമ്മളെല്ലാവർക്കും സഹായം കൊടുക്കുന്നു. ഈ കൊടുക്കുന്നതിൽ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്ന ആളിന്, ഉപയോഗപ്പെടുന്ന ആളിന് ആത്യന്തികമായ പ്രയോജനമുണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, അത് കൊടുക്കുവാൻ കാണിക്കുന്ന മനസ്സ്, അതിനോടൊരാളുടെ ഹൃദയം ചേർത്തു വെക്കുമ്പോൾ ആ കർമ്മം അന്വർത്ഥമായി മാറുന്നു. റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിലാണ് സാന്താക്ലോസ് നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മാത്രം വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റുന്നുവെന്ന് പലപ്പോഴും പറയാറുണ്ട്. അവൻ ശരിക്കും നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ്, അതിൻ്റെ അഗാധതകളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മഞ്ഞു പൊഴിയുന്ന ക്രിസ്മസ് രാവിൽ സാന്റ സന്തോഷത്തിൻ്റെയും മധുരത്തിൻ്റെയുമൊക്കെ സഞ്ചിയുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ സ്നേഹത്തോടുകൂടി എത്തിച്ചേരുന്നത്. കുട്ടികളോടുള്ള അദമ്യമായ സ്നേഹത്തിലും അഗതികളോടും അനാഥരോടുമുള്ള സഹാനുഭൂതിയിലും സമ്മാനപ്പൊതികൾ, അതുകൊണ്ട് വേറിട്ട ചരിത്രം സൃഷ്ടിച്ച നിക്കോളസ് വെറും സാന്താക്ലോസ് എന്ന ക്രിസ്മസ് ബിംബമല്ല, മറിച്ച് ദുഃഖത്തിൻ്റെ ഭാണ്ഡക്കെട്ടുമായി വരുന്നവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്ന മധുരമാണ്. യേശുവിൻ്റെ മഹത്തായ ജനനം, അത്
വലിയ കാര്യങ്ങളുടെ തുടക്കമാണ് എന്ന് ക്രിസ്മസിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഓരോ ക്രിസ്മസും അല്ലെങ്കിൽ ഓരോ പുതുവത്സരങ്ങളും എന്ന് പറയുന്നത് ഒരു ഓർമ്മിപ്പിക്കലിൻ്റെ സന്ദേശം നമ്മുടെ ഉള്ളിൽ പകരുന്ന ദിവസമാണ്. വിശ്വാസം എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന ദിവസമാണ്. ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമ്മളെ എല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള അകലത്തിനെ പ്രാർത്ഥനയാകുന്ന ഒരു പാലത്തിൽ ബന്ധിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ധന്യരായി മാറുന്നു. നമ്മുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായാലും വിശ്വാസത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിരന്തരമായ മുറിവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് ജീവിതം. പക്ഷേ ഏതൊക്കെ മുറിവുകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അചഞ്ചലമായ വിശ്വാസത്തിൽ നമ്മൾ ഊന്നി നിന്ന് വീണ്ടും ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ അർത്ഥതലമുണ്ടാകുന്നത്. വെളിച്ചത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. പ്രകാശത്തിൻ്റെ ദിവസമാണ്, പ്രകാശത്തിൻ്റെ ആഘോഷമാണ്. മഴവില്ലിൻ്റെ മധുരിമയും അതിൻ്റെ നിറങ്ങളുടെ ചാരുതയും കൊണ്ട്, നക്ഷത്രങ്ങളുടെ വിശുദ്ധിയും കൊണ്ട് മനുഷ്യൻ എങ്ങനെ വിശുദ്ധിയുടെ കവാടങ്ങൾ തുറന്ന് ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആ സന്ദേശം പകരുന്ന ആ മഹത്തായ ആഘോഷത്തിൽ ഒരുമിച്ചിരിക്കുവാൻ സാധിക്കുന്നത് തന്നെ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതും കൂട്ടായിരുന്ന് പ്രാർത്ഥിക്കുന്നതും, എല്ലാവരും ഒരുമിച്ചിരുന്ന സമാധാനപരമായ സഹവർത്തിത്വത്തിൽ ധ്യാനത്തിൻ്റെ അവാച്യമായ അനുഭൂതിയിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം ഒരുപോലെ നല്ലവനിലേക്കും പാപിയിലേക്കും എല്ലാം വഴിഞ്ഞൊഴുകുന്നു. ഈ സന്നിധാനത്തിന് മുന്നിൽ, ഈ ആരാധനാലയത്തിന് മുന്നിൽ, ദൈവത്തിൻ്റെ പരമപ്രകാശത്തിന് മുന്നിൽ നമ്മളെല്ലാവരും തുല്യരായിരിക്കുന്നു. അവിടെ വലിപ്പ ചെറുപ്പമില്ല. അവിടെ കാശുകാരനെന്നോ കാശില്ലാത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനോ ഒന്നുമില്ല. അവിടെ നമ്മളെല്ലാവരും തുല്യരാണ്. ദൈവത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷം മനുഷ്യരിൽ സാധ്യമാകുന്ന വലിയ കൃപകളെ ഓർത്താണ് അവൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടവരെ പോലെ തന്നെ ഇഷ്ടമില്ലാത്തവരുടെയും നന്മയിൽ സന്തോഷിക്കുവാൻ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടുന്ന വലിയ സമയമാണ്. ബിരുദവും ബഹുമതിയും ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി, അത് വേണ്ടെന്നല്ല, വിനയവും സ്നേഹവുമാണ് പുൽക്കൂട്ടിലേക്ക് കടന്നു പോകുവാനുള്ള രാജപാത. ബത്ലഹേമിലെ ജനനം മുതൽ കാൽവരിയിലെ കുരിശുമരണം വരെ പിതാവ് നടന്നു നീങ്ങിയ എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സ്വയാർപ്പണത്തിൻ്റെയും പാത നമ്മൾ പിന്തുടരുവാൻ കൂടിയാണ് ക്രിസ്മസ്. പുൽക്കൂടുകൾ, നക്ഷത്രങ്ങൾ എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സഹായം അഭ്യർത്ഥിക്കുന്നവരോട് കാരുണ്യം കാണിക്കുവാനും, ശബ്ദമില്ലാത്തവന് ശബ്ദമായും കാഴ്ചയില്ലാത്തവന് കാഴ്ചയായും
നാം ജീവിതത്തിൽ മാറണം. ഇവിടെ സ്വാഗതം ആശംസിച്ച അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും ബഹുമാന്യനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ മെത്രോപ്പൊലീത്ത തിരുമേനിയെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക്, അത് ഗുരുവിൻ്റെ ഒരു വാക്കാണ് ഞാൻ കടമെടുത്തത്. ഒരാളൊരു ചക്രവർത്തിയെപ്പോലെ അന്തസ്സുള്ളവനും ഒരു ദാസനെപ്പോലെ വിനയമുള്ളവനുമായിരിക്കണം. നമ്മൾ ഒരേ സമയം തന്നെ ഏറ്റവും ഉന്നതമായ സാഹചര്യങ്ങളിൽ വിരാജിക്കുമ്പോഴും ആ ഒരു അന്തസ്സ് നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോഴും ഒരു സാധാരണക്കാരൻ്റെ, ഒരു ദാസൻ്റെ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്കോരോരുത്തർക്കും യഥാർത്ഥ മനുഷ്യൻ എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആവശ്യം വേണ്ട സഹായം ചെയ്യുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പുൽക്കൂടിലും ഹൃദയത്തിലും ഒരിക്കലും ഉണ്ണി പിറക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി വിശ്വാസികളായ നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണി പിറക്കാതെയുള്ള പുൽക്കൂടിനും ക്രിസ്മസിനുമൊന്നും ഒരു പ്രസക്തിയും കാണുവാൻ സാധിക്കുകയില്ല. പുൽക്കൂട്ടിലെ ഉണ്ണിയുടെ മുഖം അത് ജീവസുറ്റതാകുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ ഉണ്ണി പിറന്ന ദൈവം ജന്മം കൊണ്ട അനുഭൂതി ഉണ്ടാകുക. ഈ തൂക്കിയിട്ടിരിക്കുന്ന വർണ്ണ നക്ഷത്രങ്ങളും വിളക്കുകൾക്കും അപ്പുറത്ത് കാലിത്തൊഴുത്തിൻ്റെ ലാളിത്യം അനുഭവിക്കുവാനും അത് പിന്തുടരുവാനും നമുക്ക് ആയില്ല എങ്കിൽ, മനസ്സ് വന്നില്ല എങ്കിൽ, നമ്മുടെയൊക്കെ പുൽക്കൂടുകളിൽ പിറക്കുന്ന യേശു ഒരിക്കലും ജീവസുറ്റതാവുകയില്ല. മഹാനായ പ്രൊഫറ്റ് മുഹമ്മദിനോട് ഒരു വിശ്വാസി ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമേറിയ വസ്തു എന്താണെന്ന്. ഗുരു അവിടെ കൂടിയിരുന്ന ആളുകളോട് അവരുടെ മുഖത്തേക്ക് നോക്കി അതിന് ഉത്തരം പറയുവാൻ കഴിയുമോ എന്ന്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വസ്തു കരിമ്പാറയാണ്. അപ്പോൾ തിരുമേനി ചോദിച്ചു, അതിനെ തകർക്കുവാൻ കഴിയുകയില്ലേ? അപ്പോൾ ഒരനുയായി പറഞ്ഞു, ഇരുമ്പ് കൊണ്ട് അതിനെ തകർക്കാം. റസൂൽ വീണ്ടും ചോദിക്കുകയുണ്ടായി, ഇരുമ്പിനെ തകർക്കുവാൻ പറ്റിയ വസ്തുക്കളില്ലേ? അനുയായികളിൽ ഒരാൾ വീണ്ടും പറഞ്ഞു, ഇരുമ്പിനെ തീയിലിട്ട് ഉരുക്കാം. അപ്പോൾ നബി തിരുമേനി ചോദിച്ചു, തീയെ കെടുത്തുവാൻ സാധിക്കുകയില്ലേ? അനുയായികൾ ആ സമയത്ത് പറഞ്ഞു, അതെ, വെള്ളം കൊണ്ട് തീയെ നമുക്ക് കെടുത്താം. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, വെള്ളത്തെക്കാൾ ശക്തിയായതാണ് കാറ്റ്. ഏത് കൂറ്റൻ തിരമാലയെയും അത് ഗതിമാറ്റിക്കളയും. അപ്പോൾ കാറ്റാണോ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വസ്തു? അനുചരന്മാരായിട്ടുള്ള ആളുകൾക്ക് ആ സമയത്ത് ആകാംക്ഷയായി. അപ്പോൾ റസൂൽ പറഞ്ഞു, പാറയേക്കാളും ഇരുമ്പിനേക്കാളും തീയേക്കാളും വെള്ളത്തെക്കാളും കാറ്റിനേക്കാളുമെല്ലാം ശക്തിയുള്ള ഒരു സാധനമാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന. ഒരു വിശ്വാസി ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവൻ അവൻ്റെ വിധിയെ തന്നെ മാറ്റിക്കളയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മൾ വേദനിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന് കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ തിരുപ്പിറവികളും നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മളറിയാതെ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മളറിയാതെ
നമുക്ക് തണലേകുന്ന ദൈവത്തിൻ്റെ പരമമായ കാരുണ്യം. നമ്മളെല്ലാവരും ദുഃഖം വരുന്ന സമയത്താണ് പള്ളിയിൽ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും വേദനകളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തീരാനാണ് പ്രാർത്ഥന നടത്തുന്നത്. സന്തോഷം വരുന്ന സമയത്ത് നമ്മളാരും അത് പങ്കുവെക്കുവാൻ ആദ്യം പള്ളിയിലേക്കോ ആരാധനാലയത്തിലേക്കോ ഒന്നും ഓടിപ്പോകാറില്ല. ജോൺ എന്ന ഒരു പയ്യൻ്റെ കഥ ഞാൻ പലപ്പോഴും ഈ ക്രിസ്തീയ വേദികളിൽ പറയാറുണ്ട്. ജോണിൻ്റെ പിതാവ് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യവസായിയായിരുന്നു. ജോൺ എല്ലാ പരീക്ഷകളും വിജയിക്കുന്ന സമയത്ത് അച്ഛൻ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ജോണിനായി വാങ്ങിക്കൊടുക്കും. മെട്രിക്കുലേഷൻ പരീക്ഷ തുടങ്ങുവാൻ പോകുന്ന സമയത്ത് ജോണിനോട് അച്ഛൻ ചോദിച്ചു, മകനെ ജോൺ, നീ ഈ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി കഴിയുമ്പോൾ ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് വാങ്ങിത്തരേണ്ടത്? താൻ എല്ലാ പരീക്ഷകളും ഓരോന്നായി ഇങ്ങനെ കീഴടക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് അച്ഛൻ ജോണിനായി വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത്. ജോണിനറിയാം അച്ഛൻ അത്രയും വലിയ സമ്മാനം തന്നെ വാങ്ങിക്കൊടുക്കും. പരീക്ഷ കഴിയുന്നു, അവൻ്റെ റിസൾട്ട് വരുന്നു, അവൻ ആ പരീക്ഷയിൽ ഒന്നാമതായി പാസ്സായിരിക്കുന്നു. വൈകുന്നേരം അച്ഛൻ ഫാക്ടറിയിൽ നിന്നും വരുന്ന സമയത്ത് അവൻ ഓടിച്ചെന്നു. അച്ഛൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കി. അച്ഛൻ വീണ്ടും ചോദിച്ചു, മകനെ ജോൺ, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ വാങ്ങിത്തരേണ്ടത്? ഈ സമയത്ത് ജോൺ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്തു. ആയിടെ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും മുന്തിയ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ കാറ്റലോഗാണ് അച്ഛൻ്റെ മുമ്പിലേക്ക് ജോൺ ഇങ്ങനെ നീട്ടിയത്. അദ്ദേഹം ആ പേപ്പർ ഒന്ന് മേടിച്ച് നോക്കി. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. പിറ്റേ ദിവസവും അച്ഛൻ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സമയത്ത് ജോൺ ഓടിച്ചെന്നു. അച്ഛൻ്റെ കാറിൻ്റെ ഡോറ് തുറന്നു. അതിൻ്റെ സൈഡിൽ വർണ്ണക്കടലാസിൽ സ്വർണ്ണ നൂലിഴകൾ പോലെയുള്ള ചരടുകൾ കൊണ്ട് ബന്ധിച്ച ഒരു സമ്മാനപ്പൊതി. വർദ്ധിച്ച ആവേശത്തോടുകൂടി ജോൺ അതിൻ്റെ പേപ്പർ ഇങ്ങനെ കീറി അതിൻ്റെ ആ ചരടുകളിങ്ങനെ പൊട്ടിച്ചെടുത്തു. അവൻ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ആ സമ്മാനപ്പൊതിയിലേക്ക് നോക്കി. അതിൽ അവൻ വിചാരിച്ചത് ആ സ്പോർട്സ് ബൈക്കിൻ്റെ താക്കോലായിരിക്കുമെന്നാണ്. പക്ഷേ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അതിനുള്ളിലിരിക്കുന്ന ഒരു വേദപുസ്തകം. ജോണിന് കലശലായ ദേഷ്യം വന്നു. അവൻ ആ സമ്മാനപ്പൊതിയെടുത്ത് വലിച്ചെറിഞ്ഞു. അത് ആ താഴെ പോയി വീണ് ആ വർണ്ണക്കടലാസുകൾ ഇങ്ങനെ ചിതറി ആ വേദപുസ്തകത്തിൽ നിന്നും താളുകൾ പറഞ്ഞ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു നടന്നു. ജോണിന് ഭയങ്കര ദേഷ്യമായി. അവൻ നേരെ മുറിയിലേക്ക് കയറി അവൻ്റെ ബാഗെടുത്തു. അവൻ്റെ പാൻസും ഷർട്ടും അതും ബുക്കും ഇതെല്ലാം ആ ബാഗിൽ തിരികിൽ കയറ്റി അതെടുത്ത് തോളത്തിട്ട് അവൻ വീട്ടിൽ നിന്നിറങ്ങി. ജോൺ വീട് വിട്ടുപോയി. എങ്ങോ ദൂരെ അവൻ പോയി, നാടുവിട്ട്. അവിടെ പോയി അവൻ പഠിച്ചു, വളർന്നു. അവൻ്റെ അച്ഛനിൽ ഒരു വ്യവസായി ഉണ്ടായിരുന്നു കൊണ്ട് ആ ജീനും അവനിലും ഒരു വ്യവസായി വളർന്നു വന്നു. അവൻ അച്ഛനേക്കാളും വലിയ പണക്കാരനായി മാറി. ഓരോ ദിവസവും അച്ഛനോടുള്ള പ്രതികാരം അവൻ്റെ മനസ്സിൽ തികട്ടി വരികയായിരുന്നു. സ്വന്തം പിതാവിനോടുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി ജോൺ ചെയ്തത് ആ സ്പോർട്സ് ബൈക്ക് വാങ്ങുകയായിരുന്നില്ല, അതിൻ്റെ കമ്പനി തന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. അച്ഛനോടുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച വാങ്ങിക്കൊടുക്കാത്ത ആ സമ്മാനത്തിൻ്റെ അതുണ്ടാക്കുന്ന കമ്പനി തന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു. അച്ഛൻ മരിച്ചു. ഒരു സന്ദേശമെത്തി.
ദൂരെയുള്ള സ്വന്തം വീട്ടിലേക്ക് 10-20 വർഷത്തിന് ശേഷം ജോൺ മടങ്ങിച്ചെല്ലുന്നു. അവിടെ അച്ഛൻ്റെ മൃതദേഹം ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. അവിടെ തൻ്റെ സഹായിയിൽ നിന്നും വളരെ ഔപചാരികമായി ഒരു ബൊക്കെ വാങ്ങി അവൻ ആ മൃതദേഹത്തിൽ വെച്ചു. അവൻ ചുറ്റിലും നോക്കി. തൻ്റെ ബന്ധുക്കളായ ആളുകൾ, തൻ്റെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള സതീർത്ഥ്യന്മാരായിട്ടുള്ള ആളുകൾ, പരിചിതരും അപരിചിതരുമായിട്ടുള്ള ആളുകൾ, അവർക്കിടയിൽ കുറച്ചു നേരം നിന്നതിന് ശേഷം ജോൺ തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അച്ഛൻ്റെ മണമുള്ള മുറി, അവിടെ ഒരു മേശ, അതിൻ്റെ മുകളിൽ ഒരു തടിച്ച കണ്ണട, അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഇരുന്ന് പറക്കുന്നു. ഏതെങ്കിലും സമയത്ത് ജോൺ വീട്ടിലേക്ക് വരുമ്പോൾ അവനായി ആ പിതാവ് എഴുതി വച്ചിരുന്ന കത്ത്, അതിൽ ആ മനുഷ്യൻ്റെ ഹൃദയമുണ്ടായിരുന്നു. ആ കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: മകനെ ജോൺ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് ദൈവത്തോട് ചേർത്ത് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടായിരുന്ന സമയത്ത് നിനക്ക് ഒരു വേദപുസ്തകം ഞാൻ വാങ്ങിത്തന്നത്. പക്ഷേ നിൻ്റെ ആദ്യത്തെ ദേഷ്യത്തിനടിയിൽ, അതിൻ്റെ അടിയിലിരുന്ന താക്കോൽ നീ കണ്ടില്ല. ജോണിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൻ ആ കത്തും പിടിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ്റെ പഴയ കാർ ഷെഡ്, അവന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അസ്ഥിപഞ്ജരമായി തുരുമ്പ് പിടിച്ച ആ ബൈക്ക് അവിടെ കിടക്കുന്നു. ഞാൻ ഈ കഥ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നമ്മളെ നമ്മളാക്കുന്ന, നമ്മുടെ സ്വത്വത്തിന് അർത്ഥമുണ്ടാക്കുന്ന, നമുക്ക് ജീവിതം തരുന്ന, നമ്മുടെ ആത്മാവിൻ്റെ അഗാധതകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ നമ്മുടെ ഇല്ലായ്മകളിൽ മാത്രമല്ല, നമുക്കെല്ലാം ഉണ്ടാകുമ്പോഴും ഓർക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നതാണ്. നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളിലും നമ്മൾ തലതല്ലിക്കരയുന്നത് പോലെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളിലും ദൈവത്തിൽ അർപ്പിക്കുന്നത് പോലെ, ആ നൊമ്പരങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ ചേർത്തൊട്ടിക്കുന്നത് പോലെ, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും സത്യവിശ്വാസികളായി മാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത്, നമ്മളെല്ലാവരിലും ഉദ്ഘോഷിച്ചത്, നമ്മളോട് ഉൾക്കൊള്ളുവാൻ കൽപ്പിച്ചത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്, മാനവികതയെക്കുറിച്ചാണ്. പരസ്പര സ്നേഹവും കരുണയും ഒക്കെ വെച്ച് പുലർത്തി ജീവിതത്തെ സരളമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ മഹാനുഭാവൻ നമ്മളെ എല്ലാവരെയും ഉത്ബോധിപ്പിച്ചു. യഥാർത്ഥത്തിലുള്ള ഈശ്വരസേവ എന്ന് പറയുന്നത് അവരന് നന്മ ചെയ്യുക എന്നുള്ള വലിയ സന്ദേശം പുറമേ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതാണ് ശുദ്ധമാകേണ്ടത് എന്ന് മഹാനായ ഗുരു പറഞ്ഞു. ക്രിസ്ത്യൻ ആഘോഷമായിട്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രത്യാശയുടെ ഉത്സവം, ക്രിസ്മസ് എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ഉത്സവമാണ്. ഏറെ തുങ്കമായ നന്മയുടെ അക്ഷയഖനികൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്കിങ്ങനെ മധുരം പോലെ, പ്രസാദം പോലെ തൊട്ടെടുക്കുവാൻ സാധിക്കുന്ന അവേച്യമായ അമേയമായ അനുഭൂതിയുടെ ആഘോഷം. അത് ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല. ക്രിസ്തു വന്നത് ക്രിസ്തു മതത്തിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, മാനവരാശിയുടെ സർവ്വതോന്മുഖമായ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ, സഹനത്തിൻ്റെ, ക്ഷമയുടെ ആൾരൂപമായ ആ മഹാനുഭാവൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഈ ദിവസം മറ്റുള്ള സ്ഥലങ്ങളിൽ ക്രിസ്മസിൻ്റെ ഈ തിരുനാളങ്ങളിങ്ങനെ തെളിയുന്നതിന് മുമ്പേ, ഈ നക്ഷത്രങ്ങളിങ്ങനെ പ്രകാശിക്കുന്നതിന് മുമ്പേ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊരു ആഘോഷം വളരെ സഫലീകരണമായി, ഇത്ര ആൾത്തിരക്കോടുകൂടി. സാധാരണ ക്രിസ്മസൊക്കെ തുടങ്ങുന്നതിന്
ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പൊക്കെ ഇങ്ങനെ ആൾബാഹുല്യം കാണാറില്ല. ഞാൻ എല്ലാ ക്രിസ്മസിനും ആഘോഷങ്ങൾക്കും എല്ലായിടത്തും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാവരും നിർനിമേഷരായി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സദാ പ്രസന്നവദരായി, എന്നാൽ ഭക്തിയോടെ അത് തുളുമ്പി നിൽക്കുന്ന മുഖഭാവത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. അത് നിങ്ങളുടെയൊക്കെ ആത്മസമർപ്പണമാണ്. നമുക്കെല്ലാവർക്കും കൂടി ഈ സ്നേഹം പങ്കുവെക്കാം. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. താമസിച്ചു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വളരെ വലിയ അനൗചിത്യമാണ്. എന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകരോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഈ പ്രദേശത്ത് സാമൂഹികമായ, സാംസ്കാരികമായ, ആത്മീയമായ, മതേതരമായ, ബഹുസ്വരതമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റൈറ്റ് റവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനി, അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരിക്കുകയും ഗുരുതുല്യനായി കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങൾ ഈ ചർച്ചിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ, ഈ ക്രിസ്തീയ കൂട്ടായ്മയുടെ എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ ഞാൻ അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ അതിലുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.